ഹായ് ഹലോ ഗെയ്സ്, ഞാൻ വീണ്ടും മറ്റൊരു ബീച്ചിലാണ് വന്നിരിക്കുന്നത്. ആ ബീച്ചെന്ന് പറഞ്ഞാൽ വളരെ തിരക്കൊന്നുമില്ലാത്ത ഒരു ബീച്ചാണ്. അൺനോൺ പാരഡൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് അവിടെ നിന്നും അനുഭവപ്പെട്ടത്. അതായത് കന്യാകുമാരിയിലെ തന്നെ മറ്റൊരു ബീച്ചാണ്. വളരെയധികം ആൾക്കാരാരുമില്ല, വിജനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനൊരു ഉച്ച സമയത്താണ് ചെന്നത്, അതുകൊണ്ട് എനിക്കൊരു വളരെ വിജനമായിട്ടാണ് തോന്നിയത്. പക്ഷേ നല്ല രസമുണ്ട്. അവിടെ നിന്ന് നല്ല കാറ്റുണ്ട്, നല്ല തിരമാലകൾ കല്ലേലടിച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു തണുത്ത കാറ്റ് അവിടെ നമുക്ക് അനുഭവപ്പെടും. പക്ഷേ വളരെ വിജനമാണ്. ഉച്ച ആയതുകൊണ്ടായിരിക്കാം വളരെ വിജനമായിട്ടുള്ള ഒരു ബീച്ചാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അവിടുത്തെ നിറയെ പാറകളുണ്ട്, ഒരുപാട് പാറകളുണ്ട്. 2 പേരാണ് ഞാൻ അവിടെ കണ്ടത്, അവിടെ തന്നെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ബീച്ചിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. മണ്ണ് കണ്ടോ, ഈ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡും അതുപോലെ തന്നെ ബ്ലാക്കും കൂടെ കലർന്ന ഒരു മണ്ണാണ്. ഒരു പ്രത്യേകത നമുക്ക് തോന്നുന്നുണ്ട്. കാന്തമുണ്ട്, അതുപോലെ തന്നെ അയണും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ബ്ലാക്കും റെഡും കൂടെ കലർന്ന ഒരു മണ്ണാണല്ലോ. അതുകൊണ്ട് കണ്ടോ, നല്ല ബ്ലാക്കാണ്. കാന്തം അതുപോലെ തന്നെ ഇരുമ്പും ഉണ്ടെന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഞാൻ അവിടെ നിന്നും അടുത്തൊരു ബീച്ചിലേക്ക് പോയി. അതാണ് ശരിക്കും പറഞ്ഞാൽ മെയിൻ ബീച്ച് എന്ന് പറയുന്നത്. കന്യാകുമാരിയുടെ മെയിൻ ബീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഇതേ സമയം തന്നെയായിരുന്നു, ഒരു ഉച്ചയായിരുന്നു. പക്ഷേ കുറച്ച് അധികം ആൾക്കാർ കുളിക്കാനും ഒക്കെയുണ്ട്. പടവുകളൊക്കെയുള്ള ഒരു ബീച്ചാണത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ഒരു പ്രത്യേകതയുണ്ട്. മെയിൻ ബീച്ചാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇനി അങ്ങോട്ട്. പിന്നെ ഈ ബീച്ചിൽ പടവുകളുണ്ട്. പടവുകളെല്ലാം വ്യാക്കലുള്ള പടവുകളാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. കുറച്ച് ചെറിയ പടവുകളേ ഉള്ളൂ. ഞാനിങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ ബീച്ചിൻ്റെ പ്രത്യേകതകൾ ആസ്വദിക്കുകയാണ്. ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിലെ മെയിൻ ബീച്ചിലാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബീച്ചിൻ്റെ പ്രത്യേകത കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ബീച്ചിൽ ഇറങ്ങുന്നില്ല. സ്റ്റെപ്പുകളിൽ നല്ല വഴുവഴുപ്പുണ്ട്, സ്ലിപ്പാവും. അതുകൊണ്ട് തന്നെ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ തിരമാലകൾ വരുന്ന ആ ഭാഗമുണ്ട്. അവിടെ പോവുകയാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നിങ്ങളെ വ്യക്തമായിട്ട് കാണിക്കാൻ പോവുകയാണ്. ഹലോ ഗൈസ്, ഞാൻ ഈ ബീച്ചിൽ വന്നിട്ട് എനിക്ക് കുറച്ച് കേട്ടോ മണ്ണിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. കക്ക, ചിമ്മി ഒക്കെയുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ സാധനം ഇതിൽ നിന്ന് കിട്ടിയതാണ്. അറിയാവുന്നവർ പറയുക. ഇത് വെച്ച് സ്ലേറ്റിലൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ കടലിൽ നിന്ന് അടിഞ്ഞുകൂടിയ കക്കായ, ചിപ്പി, അതുപോലത്തെ ചെറിയ ചെറിയ ഷെല്ലുകൾ, അതുപോലത്തെ വസ്തുക്കളൊക്കെ ഞാൻ എടുത്തു, സെലക്ട് ചെയ്തു. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് കല്ല് പെൻസിൽ. അത് വളരെ നാച്ചുറലായിട്ടുള്ള വസ്തുവാണ്. നമുക്കത് പ്രത്യേകിച്ച് പ്രോസസ്സിംഗ് ഒന്നും ചെയ്യാതെ തന്നെ കുട്ടികൾക്കൊക്കെ സ്ലേറ്റിൽ എഴുതാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഇത് ഞാൻ കുറേ കളക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊക്കെ നമുക്ക് കൊണ്ടുപോയി അത് ഒരു പ്രത്യേകതയുള്ള വസ്തുക്കളാണല്ലോ. അപ്പം ഞാൻ ആ കല്ല് പെൻസിലിൻ്റെ കുറച്ചെടുത്ത് കളക്ട് ചെയ്തു. പിന്നെ കുറച്ച് നല്ല നല്ല കക്കാളുണ്ട്. അതായത് നമുക്ക് അതൊക്കെ ഓർണമെൻറ്റ്സിലും അതുപോലെ തന്നെ ഗിഫ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, ഒട്ടിക്കാനൊക്കെ വേണ്ടി ഞാൻ കുറേ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ കക്ക നമ്മൾ തിരമാല ഇങ്ങനെ അടിച്ചു വരും. ഇതുപോലത്തെ കക്ക വന്ന് അടിഞ്ഞു പോകും. ഈ കക്കായുടെ പ്രത്യേകത കണ്ടു. നല്ല ചുമന്ന ഒരു കക്കായാണ് ഇത്. സാധാരണ മാല കോർക്കാനും ഏഴുവിൻ്റെ മാലയൊക്കെ ഇല്ലേ, കമ്മൽ, അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഈ കമ്മൽ മാലയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇവിടെ വന്നിങ്ങനെ ഒറിജിനൽ കക്ക ഇങ്ങനെ കൊണ്ടുപോയി ചെയ്യാൻ പറ്റും. നമ്മളിവിടെ
അപ്പോൾ കന്യാകുമാരിയിലെ ബീച്ചിനെ കുറിച്ചുള്ള കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.